AD 313 റോമ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന കുസ്തന്തിനോസ് ക്രിസ്തുമതം സ്വീകരിച്ചതിനെ തുടർന്ന് പീഡനങ്ങൾ അവസാനിക്കുകയും ക്രൈസ്തവ സഭയ്ക്ക് ചക്രവർത്തിയുടെ മതം എന്ന പദവി ലഭിക്കുകയും ചെയ്തു. ആമേൻ. ഞാൻ ജോയി ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു. ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ അതികഠിനമായ പീഡനങ്ങളിലൂടെയാണ് ക്രൈസ്തവ സഭ കടന്നുപോയത്. എങ്കിലും യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യമായ സ്വർഗവാഴ്ച തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസം പീഡനങ്ങളെ അതിജീവിക്കുവാൻ ആവശ്യമായ ധൈര്യം സഭയ്ക്ക് നൽകി. അതിനാൽ റോമ സാമ്രാജ്യത്തിൽ സഭ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. കുസ്തന്തിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി എന്ന് കേട്ട് റോമ സാമ്രാജ്യത്തിലെ പ്രജകൾ കൂട്ടമായി ക്രിസ്തുമതം സ്വീകരിച്ചു. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന മാനസാന്തരം കൂടാതെയാണ് അവർ ക്രിസ്ത്യാനിയായി തീർന്നത്. അവരുടെ ദൃഷ്ടിയിൽ മതപരിവർത്തനം എന്നത് പഴയ ദേവന്മാരെ മാറ്റി അവരുടെ സ്ഥാനത്ത് കൂടുതൽ ശക്തിയുള്ള ദേവന്മാരെയും ദേവിമാരെയും പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവരെ ദൈവവചനം ശരിയായി പഠിപ്പിക്കുക അസാധ്യമായിരുന്നു. മാത്രമല്ല, പഠിപ്പിക്കുവാൻ വേണ്ടത്ര ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നില്ല. അതിനാൽ പുറംജാതി മതവിശ്വാസങ്ങളും ക്രിസ്തീയ വിശ്വാസങ്ങളും തമ്മിൽ കൂടിക്കലർന്ന് ഒരു സങ്കര വിശ്വാസം രൂപം കൊള്ളുന്ന സാഹചര്യം ക്രൈസ്തവ സഭയിൽ ഉണ്ടായി എന്നുള്ളതാണ്. ക്രൈസ്തവ സഭയിലേക്ക് കൂട്ടമായി മതപരിവർത്തനം നടന്നതിനെ തുടർന്ന് പുതിയ വിശ്വാസികൾ പണ്ട് ആരാധിച്ചിരുന്ന അവരുടെ ബഹുദൈവ വിശ്വാസം മറ്റൊരു രൂപത്തിൽ സഭയ്ക്കകത്ത് കടന്നുകൂടി. ദൈവന്മാരെ ആരാധിക്കുന്നതിന് പകരം അപ്പോസ്തലന്മാരെയും ആദിമ സഭാപിതാക്കന്മാരെയും ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്ക് നിൽക്കുന്ന മധ്യസ്ഥന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥന ആരംഭിച്ചു എന്നുള്ളതാണ്. പുറജാതി ദേവന്മാരുടെ പ്രതിമകൾക്ക് മുമ്പിൽ നമസ്കരിക്കുന്നതിന് പകരം ക്രിസ്തീയ വിശുദ്ധന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ച് അവയുടെ മുൻപിൽ വണങ്ങുവാൻ തുടങ്ങി. പ്രഭാത സൂര്യനെ നമസ്കരിക്കുന്നതിന് പകരം ദൈവത്തോടുള്ള പ്രാർത്ഥന കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നടത്താം എന്നവരെ നിശ്ചയിച്ചു. ആകാശരാജ്ഞി എന്ന പേരിൽ ആരാധിച്ചിരുന്ന പുറംജാതി ദേവിയോട് പ്രാർത്ഥിക്കുന്നതിന് പകരം യേശുവിന്റെ അമ്മയായ മറിയത്തിന് ആകാശത്തിലെ രാജ്ഞി എന്ന പേര് കൊടുക്കുകയും മറിയത്തോട് പ്രാർത്ഥന ആരംഭിക്കുകയും ചെയ്തു. ഇപ്രകാരം വളരെയധികം ജാതി മത ആചാരങ്ങൾ വിശ്വാസങ്ങളും ക്രിസ്തീയ വേഷം അണിയിച്ചുകൊണ്ട് ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർ വിജയിച്ചു എന്ന് വേണം കരുതുവാൻ. ദേവാലയങ്ങൾക്ക് വിശുദ്ധന്മാരുടെ പേരുകളിൽ പ്രതിഷ്ഠിക്കുന്നത് പതിവാക്കി തീർത്തു. പള്ളികളിൽ കുന്തിരിക്കം പുകയ്ക്കുക, വിളക്കുകളും മെഴുകുതിരികളും കത്തിക്കുക, രോഗസൗഖ്യത്തിന് നേർച്ച നേരുക, വിശുദ്ധജലം, അഭയകേന്ദ്രങ്ങൾ, ദിവസങ്ങളും കാലങ്ങളും ആചരിക്കുന്ന പതിവ്, പുണ്യദിനങ്ങൾ രേഖപ്പെടുത്തിയ കലണ്ടറുകൾ, പ്രദക്ഷിണം, വിവാഹമോതിരം, പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക, ഇങ്ങനെ ഒട്ടനവധി ജാതീയ ആചാരങ്ങൾ സഭയിൽ കടന്നുകൂടി എന്നുള്ളതാണ്. മതപരിവർത്തനം കൊണ്ട് സഭയ്ക്കുണ്ടായ ഏറ്റവും വലിയ ഒരു അബദ്ധമാണിതെന്ന് നമുക്കറിയാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മതപരിവർത്തനമല്ല ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. മനപരിവർത്തനമാണ്, മാനസാന്തരമാണ്. മാനസാന്തരപ്പെടാതെ ഒരുവൻ സഭയ്ക്കകത്ത് വന്നാൽ അവന്റെ പാരമ്പര്യവും ജാതിയും മതവിശ്വാസവും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു പാരമ്പര്യ രോഗമാണ്. അതിനെ ചികിത്സിക്കുവാൻ കർത്താവിന്റെ പക്കൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. എഫെസോസിലെ സഭയോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് എന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. അത് എന്തിന്റെ പേരിലാണെങ്കിലും ഇന്ന് തൽക്കാലം മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് നിന്റെ ആദ്യത്തെ പ്രവൃത്തി സ്നേഹത്തിന്റെ പ്രവൃത്തി ചെയ്യുക. ഇല്ലെങ്കിൽ നിന്റെ വിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. അതായത് നിന്റെ ശുശ്രൂഷയ്ക്ക് വിരാമം ഇടുമെന്നുള്ളതാ. ഗോഡ് ബ്ലസ് യു. ഇന്ന് തൽക്കാലം സഭയ്ക്കകത്ത് യഥാർത്ഥമായി മാനസാന്തരമാണ് ഉണ്ടാകേണ്ടത്. അത് വെളിയിൽ നടക്കുന്ന കാര്യമല്ല. സഭയ്ക്കകത്ത് ദിനം പ്രതി മാനസാന്തരപ്പെടണം. മതപരിവർത്തനമല്ല. മതപരിവർത്തനം കൊണ്ട് നിന്റെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. അനുദപിച്ച് കരഞ്ഞ് നിലവിളിച്ച് മാനസാന്തരപ്പെട്ട് എവിടെ വീഴ്ച സംഭവിച്ചു, എവിടെ പരാജയപ്പെട്ടു എന്നുള്ള ബോധ്യം ഉള്ളിൽ വന്ന ഒരുപക്ഷെ സഹോദരനോടുള്ള സ്നേഹം, സഹോദരിയോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് തൽക്കാലം ഒരു മടങ്ങി വരുവാനുള്ള ആഹ്വാനം ഈ പ്രഭാതത്തിൽ നൽകി തരികയാണ്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർക്കുക.
നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് കുറവ് നിന്നെക്കുറിച്ച് പറയുവാനുണ്ടെന്ന് എഫെസ്യ സഭയോട് കർത്താവ് പറയുന്നു. എന്റെ സഹോദര, എന്തിന്റെ പേരിലാണെങ്കിലും ഇന്ന് തൽക്കാലം ഒരു മനം തിരിഞ്ഞ് ഒരു മാനസാന്തരം ഉള്ളിൽ വന്നാൽ ക്രിസ്തീയ സഭ, നിന്റെ ശുശ്രൂഷ എല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ്. ഗോഡ് ബ്ലസ് യു. ഈ പ്രഭാതം നമ്മുടെ ജീവിതം വലിയ അനുഗ്രഹമാക്കി മാറ്റട്ടെ. ആമേൻ.